പാലക്കാട് പട്ടാമ്പിയിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് വീടിന് തീപിടിച്ചു. ഇടിമിന്നലിനെ തുടർന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി എന്നാണ് പ്രാഥമിക നിഗമനം വരുന്നത്. ഗൂഗിൾ VS ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഗൂഗിൾ, പൂർണ്ണമായും വീട് കത്തി നശിക്കുകയായിരുന്നു. എപ്പോഴായിരുന്നു സംഭവം? ഉണ്ടായത് പാലക്കാട് പട്ടാമ്പിയിലാണ് ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് വീടിന് തീപിടിച്ചത്. പുലർച്ചെ ഇടിമിന്നലുണ്ടായി. ഇടിമിന്നലിൽ വീട്ടിലെ ഫ്രിഡ്ജിന് ആദ്യം തീ പടർന്നു. അവിടെ നിന്ന് പിന്നീട് വീട്ടിലേക്ക് മുഴുവൻ ഈ തീ പടരുകയായിരുന്നു. ഓടിനാണ് വീടിന്റെ പ്രധാനമായും മേൽക്കൂര ഓടായിരുന്നു. ആ ഓട് മുഴുവൻ കത്തി നശിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പുലർച്ചെ ഏകദേശം ഒരു 1:30-ക്കാണ് ഈ സംഭവം ഉണ്ടായത്. ആദ്യം ഫ്രിഡ്ജിന് തീ പിടിക്കുകയും അവിടെ നിന്ന് പിന്നീട് വീടാസകലം ഈ തീ പടരുകയുമായിരുന്നു. പക്ഷേ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയത് കൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി. ശരി, ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം കൂടി കേൾക്കാം. നല്ലൊരു ഇടിമിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇടി കേട്ടു. അപ്പൊ കുറച്ച് ഇടിയും ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഞാനൊരു ശബ്ദം അങ്ങനെ കേട്ടു. അപ്പൊ എന്താണ് ശബ്ദം കേട്ട് വാതിലൊക്കെ തുറന്ന് നോക്കിയപ്പോ പൊതിച്ചല്ലോ കേട്ടു. പിന്നെ നോക്കുമ്പോ പെട്ടെന്ന് ഞാൻ കുറച്ച് വെള്ളം എന്തെങ്കിലും പറ്റുമോ നോക്കുമ്പോ ഒന്നും പറ്റണില്ല. അങ്ങനെ തന്നെ ആളി കത്തി. അതാണ് എല്ലാവരും വിളിച്ചപ്പോ പിന്നെ ഫയർഫോഴ്സും ഇലക്ട്രിസിറ്റിയിലൊക്കെ വിളിച്ചു. അവര് 5:10 അവര് വന്നു ഫയർഫോഴ്സുകാർ. അതുകൊണ്ട് വളരെ അപകടമാണ്. എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒന്നില്ലെങ്കിൽ ഷൊർണൂർ അല്ലെങ്കിൽ കോങ്ങാട് അവിടെ നിന്നൊക്കെ ഫയർഫോഴ്സ് വന്നിട്ട് വേണം നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചതാണ്. ഇപ്പൊ ഈ അടുത്ത് തീ കെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ കത്തിയില്ല, പ്ലാസ്റ്റിക് കത്തി ഉണ്ടായി ഹെൽത്ത് സെന്ററിൽ. അപ്പൊ അവിടെയും ഇതേപോലെ പുറത്തുനിന്ന് ഫയർഫോഴ്സ് വന്നിട്ടാണ് ചെയ്തത്. അപ്പൊ ഇവിടെ നമുക്ക് അത്ര അത്യാവശ്യമാണ്. എല്ലാ ജനങ്ങളും പറയുന്നതാണ്. പല ഭാഗത്തും നമ്മുടെ ഭാഗത്ത് ഇപ്പൊ ഈ കോട്ടക്കുന്ന് ഭാഗങ്ങളൊക്കെ സ്ഥിരം തീ പിടിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെയൊക്കെ വരണമെങ്കിൽ തന്നെ ആൾക്കാർക്ക് അപായമില്ലാതെ രക്ഷപ്പെടണമെങ്കിൽ അടുത്തുനിന്ന് തന്നെ ഫയർഫോഴ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള നടപടി നഗരസഭ സ്വീകരിക്കണം.